അനന്തവിഹായസിൽ ആകാശനീലിമയിൽ ക്രൗഞ്ചപ്പക്ഷികൾ കൂട്ടമായി പറന്നു. അങ്ങു ദൂരെ ലക്ഷ്യസ്ഥാനം തേടിയുള്ള യാത്ര. അതിലൊരു പക്ഷി കൂടെയുള്ള എല്ലാവരെയും പിന്നിലാക്കിക്കൊണ്ട് ബഹുദൂരം മുന്നോട്ടു പോയി. തൻ്റെ എല്ലാ ശക്തിയും ഉപയോഗിച്ച് മുന്നോട്ടു നീങ്ങി. തൻ്റെ ചിറകുകൾ ശക്തിയായി വീശി അതിദൂരേക്ക്. തനിക്കൊറ്റയ്ക്ക് പറക്കാൻ കഴിയും, ഒപ്പം ലക്ഷ്യത്തിലെത്തുവാനും കഴിയും എന്ന് പക്ഷി ചിന്തിച്ചു. അങ്ങകലെ ഒരു പൊട്ടുപോലെ തൻ്റെ അച്ഛനും അമ്മയും സഹോദരങ്ങളും കൂട്ടുകാരും പറന്നു വരുന്നത് അവൻ കണ്ടു. അവൻ തൻ്റെ പറക്കലിൻ്റെ വേഗത കൂട്ടി. പെട്ടെന്ന് കണ്ണിൽ ഇരുട്ട് കയറുന്നത് പോലെ ചിറകുകൾ കുഴയുന്നു, തൊണ്ട വരളുന്നു. താഴേക്ക് നോക്കി അവന് ഭയം തോന്നി. താൻ താഴെ വീണു പോകുമോ? സാവധാനം താഴേക്ക് വന്ന് കഷ്ടപ്പെട്ട് ഒരു മരക്കൊമ്പിലിരുന്നു. തൻ്റെ കണ്ണുകൾ അടഞ്ഞു പോകുന്നു. ബോധം മറഞ്ഞു പോകുന്നു. ഗാഢമായ ഉറക്കത്തിലേക്ക് വീണു കഴിഞ്ഞു. വളരെ നേരത്തിനു ശേഷം അവൻ തൻ്റെ കണ്ണുകൾ തുറന്നു. അവൻ ഒരുപാട് സങ്കടം വന്നു. ഇത് തൻ്റെ തെറ്റാണ്. ആരുമില്ലാതെയായി, ഒറ്റപ്പെട്ടു. പെട്ടെന്ന് അവൻ കണ്ടു, അടുത്തുള്ള മരക്കൊമ്പിൽ തന്നെ മാത്രം ശ്രദ്ധിച്ച് അമ്മക്കിളി ഇരിക്കുന്നു. അവൻ പൊട്ടിക്കരഞ്ഞുപോയി. മോനെ, നിന്റെ ക്ഷീണം മാറിയോ? അമ്മക്കിളി ചോദിച്ചു. എങ്കിൽ വരൂ, നമുക്ക് ലക്ഷ്യസ്ഥാനത്തേക്ക് പറക്കാം. അവൻ അമ്മക്കിളിയോടൊപ്പം പറന്നുയർന്നു. അവൻ കണ്ടു തൻ്റെ അച്ഛൻ കിളിയും സഹോദരങ്ങളും കൂട്ടുകാരും അവൻ പറന്നുയർന്നതിനൊപ്പം ചിറകടിച്ചു വരുന്നു. അവന് മനസ്സിലായി, ആരും തന്നെ ഉപേക്ഷിച്ചു പോയിട്ടില്ല. അനന്തവിഹായസിൻ്റെ നീലിമയിൽ ആ ക്രൗഞ്ചപ്പക്ഷികൾ ലക്ഷ്യസ്ഥാനം തേടി യാത്ര തുടർന്നു.